لم تشتر الدين بالدنيا ولم تصومي ومن يبغي عاجلا منه بعاجله يبله العمل في بيع وفي سلم. അല്ലാഹു തആല നമ്മെ മുസ്ലിമീങ്ങളാക്കി. അത് അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അമേരിക്കയുടെ പ്രസിഡന്റിനോ റഷ്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ തന്നെ നിലവിലുള്ള പ്രധാനമന്ത്രിമാർക്കോ അങ്ങനെ ലോകത്തുള്ള പല ഭരണാധികാരികൾക്കും അംബാനിയെ പോലുള്ള പല വലിയ മുതലാളിമാർക്കും ധനാഢ്യർക്കും ഒന്നും അല്ലാഹു തആല കൊടുക്കാത്ത മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കൻആനിന് അല്ലാഹു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃ സഹോദരൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മരിക്കുമ്പോ അവർക്ക് മാത്രമുള്ളതല്ലല്ലോ, നമുക്കും മരണം ഉണ്ടല്ലോ. ഏത് സമയത്താണ് മരണം എന്ന് അറിയില്ല. മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആരും ഒറ്റക്കല്ലാതെ ആരെയും കൂട്ടിപ്പോകാറില്ല. നമ്മൾ ഒറ്റക്ക് ഖബറിലേക്ക് പോകണം. നേരത്തെ രാവിലെ എടുത്ത് ചുംബിച്ച മകൻ വൈകുന്നേരം മരിച്ച് നമ്മളെ മയ്യിത്ത് കിടത്തുമ്പോ ആ ചെറിയ മകനോ മകളോ മയ്യിത്തിന്റെ സമീപത്തേക്ക് വരുമ്പോ പ്രായമുള്ള ആളുകൾ മയ്യിത്ത് കണ്ട് പേടിച്ചു പോകും എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ ചുംബിച്ച കുട്ടിയെ എടുത്തു മാറ്റിക്കഴിഞ്ഞു. നമ്മൾ കിടക്കുന്ന സ്ഥലത്ത്, നമ്മെ കിടത്തിയ സ്ഥലത്ത് ഉറുമ്പ് കയറാതിരിക്കാൻ ചിലപ്പോൾ ആളുകൾ മണ്ണെണ്ണ നനച്ച തുണി കൊണ്ട് കട്ടിലിന്റെ കാലിന് ചുറ്റും. നമുക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത കിടത്തു. അവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നു. നമുക്ക് സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല. മറ്റുള്ള ആളുകൾ കുളിപ്പിക്കുന്നു, തോർത്തുന്നു, നമ്മെ 3 കഷ്ണം തുണിയിൽ പൊതിയുന്നു. നമ്മൾക്ക് സംസാരിക്കാൻ ഉപയോഗിച്ച വായ, നോക്കാൻ ഉപയോഗിച്ച കണ്ണ്, കേൾക്കാൻ ഉപയോഗിച്ച കാത്, പിടിക്കാൻ ഉപയോഗിച്ച കൈവിരലുകൾ, അതിന്റെ ഇടയിലൊക്കെ പരുത്തിയിൽ വെക്കുകയാണ്. നമ്മെ നന്നായി പൊതിഞ്ഞു കെട്ടി അതിനെ മയ്യിത്ത് കെട്ടിലിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഇതൊരു വല്ലാത്ത രംഗമാണ്. ഈ സാധുവായ എനിക്ക് അതനുഭവിക്കാനുണ്ട്, നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട്, നമുക്കെല്ലാവർക്കും അനുഭവിക്കാനുണ്ട്. അതിന്റെ ഡേറ്റ് എപ്പോഴാണ്? പേരുടെ ബ്രഹ്മൻ സഖാഫി കുറെ ദിവസത്തെ വായതൊക്കെ ഡയറി കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നടക്കുന്നതാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഇല്ല. സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചോ സ്വന്തം ഭാവിയെക്കുറിച്ചോ യാതൊരു വിവരവും ഇല്ല. ഈ പ്രസംഗം തീരുന്നത് വരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല. നിങ്ങളൊക്കെ തീരുന്നവരെ ജീവിക്കുന്നതിന് നിങ്ങൾക്കും ഗ്യാരണ്ടിയില്ല. കടവത്തൂരിൽ വെച്ച് ഞാനൊരു വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വയല് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ മരിച്ചു. ഞാൻ പുളിക്കലിനടുത്ത് ഒരു വയല് പറയാൻ പോയി. വയലിന് വന്ന് ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്ന സമയത്ത് മരിച്ചുപോയി. അങ്ങനെ എന്റെ അനുഭവത്തിൽ തന്നെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് സമയത്തും മനുഷ്യന് മരണം സംഭവിക്കാം. ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നുവെന്നാണ് നിരീശ്വരവാദികളും നിർമ്മതവാദികളും മതവിരോധികളുമൊക്കെ ഒരുപക്ഷെ കരുതുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. കുറച്ച് വിശ്വാസമാണ്. ഒരു സംശയവുമില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആൻ ഓതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും വീണ്ടും ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. അല്ലാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഖബറിൽ വെച്ച് മലക്കുകളുടെ ചോദ്യമുണ്ട്. നമ്മുടെ എല്ലാ നന്മയും തിന്മയും ഇപ്പോൾ തന്നെ റഡാർ കണക്കെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയിൽ എല്ലാം റെക്കോർഡാകുന്നുണ്ട്. എല്ലാം ക്യാമറയിൽ പതിയുന്നതിനേക്കാൾ നന്നായി പതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല നീതിമാനാണ്.
അള്ളാഹു ആരെയും ആക്രമിക്കൂല. അള്ളാഹു തആല വലിയ കാരുണ്യവാനാണ്, അർഹമുർ റഹീമീനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. സാധുക്കളായ നമ്മൾ കണ്ണുകൊണ്ട് ഹറാമ് നോക്കിപ്പോയി, എന്നിട്ട് നമ്മുടെ കണ്ണ് അള്ളാഹു തആല പൊട്ടിച്ചില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയില്ല. കാതുകൊണ്ട് ഹറാം കേട്ടുപോയി, ആ കാതിന്റെ കേൾവി അള്ളാഹു തആല നഷ്ടപ്പെടുത്തിയില്ല. അള്ളാഹു തആല തന്ന കൈ കൊണ്ട് ഹറാമ് പിടിച്ചുപോയി, ആ കൈ അള്ളാഹു തആല പഴക്കിയിട്ടില്ല. കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയി, കാലല്ലാഹു നശിപ്പിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ അവയവങ്ങൾ പലതുകൊണ്ടും അള്ളാഹു പൊരുത്തപ്പെടാത്ത പലതും ചെയ്തിട്ടും അതൊന്നും നശിപ്പിക്കാതെ വീണ്ടും വീണ്ടും അതിന് കഴിവും ശക്തിയും തരുന്ന കാരുണ്യവാനായ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഖുൽ, പറയൂ നബിയേ, യാ ഇബാദി, വിളിക്കൂ നബിയേ, എന്റെ അടിമകളെ വിളിക്കൂ, യാ ഇബാദി, എന്റെ അടിമകളെ. എന്റെ അടിമകളെ എന്ന് വിളിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ വിളിക്കാനാ പറഞ്ഞത്, മുസ്ലിമീങ്ങളെ വിളിക്കാനാ പറഞ്ഞത്. യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കൂ. ആരാണത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. 100% ക്ലിയറായി ജീവിച്ചവനല്ല ഈ സാധുവായ എനിക്ക്. എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അല്ലാഹു വിരോധിച്ചതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അല്ലാഹു കൽപ്പിച്ചതൊന്നും ഒഴിച്ചിട്ടില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. സുഹൃത്തുക്കളെ, അതൊക്കെ നല്ല വേറെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. വരുമ്പോ ഒരാൾ ഫോൺ ചെയ്ത ഉടനെ അദ്ദേഹം ഒരു മാഷ പേര് പറഞ്ഞപ്പോ ഞാൻ കട്ടാക്കാൻ. എന്താണ് ആ മാഷ്? എന്നെ ചീത്ത പറയുന്ന മാഷാണ്. അയാള് പേര് ഇയാള് പറയുമ്പോ എന്നോട് അദ്ദേഹം ആ മാഷ കുറ്റാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ എന്തിന് അയാളെ ദൈവത്ത് കേൾക്കണം? അതുകൊണ്ട് എനിക്ക് എന്താ കാര്യം? അയാളെ ദൈവത്ത് ഞാൻ കേൾക്കണ്ടില്ലല്ലോ. ഞാൻ ഫോൺ കട്ടാക്കാൻ പറഞ്ഞു. അപ്പോ അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് എന്റെ കൂടെയുള്ള കുട്ടീനോട് ചോദിച്ചു, അതിനെ കട്ടാക്കുന്നു നിങ്ങളെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, അത് വ്യക്തികളെ ദൈവത്ത് പറയുന്നത് ഉസ്താദിന് ഇഷ്ടമല്ല ഉണ്ടാകുന്നത്. അപ്പൊ അയാളെ ചോദ്യം ദൈവത്ത് ധാരാളം പറയില്ലേ? ധാരാളം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു തന്നെ വെക്കുക. നമ്മൾ പറഞ്ഞ ശരിയോ തെറ്റൊന്നും കാട്ടെ, പറഞ്ഞു തന്നെ വെക്കുക. എന്നാ ഇനിയും പറഞ്ഞു തെറ്റിയതൊക്കെ പിന്നെ തെറ്റിയണോ? തെറ്റിയതോ തൗബ ചെയ്യണമെന്നല്ല ഖുർആനിലുള്ളത്. അല്ലാഹു പറയാണ്, യാ ഇബാദി, പറയൂ നബിയെ, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകൾ ചെയ്തു പോയ അടിമകളെ, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തു പോയി. സ്വന്തം ശരീരത്തോടുള്ള അക്രമം എന്താണ്? ശരീരം യജമാനനായ റബ്ബിന് വഴിപ്പെടുത്തി കൃത്യമായി 5 വഖ്ത് നിസ്കരിച്ച്, നോമ്പെടുക്കാൻ പറഞ്ഞ സമയത്ത് നോമ്പെടുത്ത്, ഹജ്ജ് ചെയ്യേണ്ടവർ ഹജ്ജ് ചെയ്ത്, സകാത്ത് കൊടുക്കേണ്ടവർ സകാത്ത് കൊടുത്ത്, സദഖ ചെയ്യേണ്ടവർ സദഖ ചെയ്ത്, കുടുംബ ബന്ധം ചേർത്ത്, പ്രായമുള്ളവരെ ബഹുമാനിച്ച്, ഉമ്മബാപ്പമാരെ പരിഗണിച്ച്, പണ്ഡിതന്മാരെ ബഹുമാനിച്ച്, ആരോടും വർഗീയതയില്ലാതെ, ഒരാളോടും വർഗീയതയില്ലാതെ, അതേ തീവ്രവാദമില്ലാതെ, ഭീകരവാദമില്ലാതെ മനുഷ്യസ്നേഹിയായി ജീവിക്കണം. അതിന്റെ പുറമേ അവനവന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം. അപ്പോഴല്ലേ മുസ്ലിമാവൂ. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. മറ്റുള്ള ജനങ്ങൾക്ക് നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമാ, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. സുഹൃത്തുക്കളെ, ഞാൻ ഓർക്കുകയാണ്, മണ്ണാർക്കാടിന്റെ സമീപത്ത്
അതേ, ഞാനൊരിക്കൽ പ്രസംഗിക്കാൻ വന്നു. 2 ചെറുപ്പക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ദാരുണമായി വെട്ടി നുറുക്കി കൊലപ്പെടുത്തിയ ഒരു രംഗം. അതേ, നമ്മുടെ പ്രിയപ്പെട്ട നൂറുദ്ദീനും കുഞ്ഞൻസയും മരണപ്പെട്ട സമയം ഞാനവിടെ പ്രസംഗിക്കാൻ വന്ന് ഞാൻ ഓർക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മുസ്ലിമായ മനുഷ്യനും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ സാധിക്കുമോ? നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? തകും മുസ്ലിമാ, നീ മുസ്ലിമാകും എപ്പോ? നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അപ്പോഴാണ് നീ ഒരു മുസ്ലിമാകുന്നത്. അൽ മുസ്ലിമു, ഒരു ശരിയായ മുസ്ലിം, മൻ സലിബൻ നാസു മിൻ ലിസാനിഹി വയദിഹി, നാവുകൊണ്ടോ കൈകൊണ്ടോ മറ്റൊരാളെയും ശല്യം ചെയ്യാത്തവൻ, ഉപദ്രവിക്കാത്തവൻ, അവനാണ് ശരിയായ മുസ്ലിം. അപ്പൊ മുസ്ലിമിന്റെ പേരുള്ളത് കൊണ്ട് ഒരാൾ യഥാർത്ഥ മുസ്ലിമാകുന്നില്ല. ഇസ്ലാമിന്റെ ആശയം വേണം, ഇസ്ലാമിന്റെ ജീവിത രീതി വേണം, ഇസ്ലാമിന്റെ സ്വഭാവം വേണം. മറ്റുള്ളവർക്ക് അവനവന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം. ചോദിക്കട്ടെ, ഒരു മനുഷ്യന് അവനെ വെട്ടി നുറുക്കപ്പെടുകയും എന്നിട്ട് അവന്റെ മക്കൾ അനാഥരാവുകയും ചെയ്യുന്നത് വല്ല മനുഷ്യനും ഇഷ്ടപ്പെടുമോ? അപ്പൊ സ്വന്തം ശരീരത്തിൽ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുകയുള്ളൂ. അപ്പോഴാണ് മുസ്ലിമാകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ സ്വന്തമായി അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി അല്ലാഹു കൽപ്പിച്ചതെടുക്കുകയും ആരെയും ദ്രോഹിക്കാതെ, മദ്യപിക്കാതെ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, ഹറാമുകളിലേക്ക് നീങ്ങാതെ, ആരെയും ഉപദ്രവിക്കാതെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അല്ലാഹു വിരോധിച്ചത് കൈയൊഴിച്ച് പരിപൂർണ മുസ്ലിം എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം. സ്കൂളിലെ കുട്ടികളൊക്കെ ജനഗണമന ചൊല്ലുമ്പോ എഴുന്നേറ്റ് നിൽക്കാണ്. ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുന്നു, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കൃത്യമായി നിസ്കരിക്കാത്തവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് സ്നേഹം! കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്നവരെ മുസ്ലിമാവുള്ളൂ, മുഅ്മിനാവുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയൽ എപ്പോഴും നല്ലതാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. 3 സലാമും ഒരു സലാത്തും, 3 സലാമും ഒരു സലാത്തുമാണ് ആ പദ്യത്തിലുള്ളത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നബിയുടെ പേരിൽ മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലണേ, സലാം ചൊല്ലണേ. അപ്പൊ യാ നബി സലാം അലൈക്കും എന്ന് നമ്മൾ ചൊല്ലുമ്പോ സലാത്തുമായി സലാമുമായി അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ് സലാത്തും വേണം സലാമും വേണം. എവിടെ വേണം, എപ്പോ വേണം, എത്ര വേണം, എങ്ങനെ വേണം എന്ന് ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സലാത്തും സലാമും എത്ര ചൊല്ലിയാലും നല്ലതാ, എവിടെ ചൊല്ലിയാലും നല്ലതാ. സുഹൃത്തുക്കളെ, ചൊല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ചൊല്ലണം. ചൊല്ലാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത്. കക്കൂസ് കയറിയിട്ട് ചൊല്ലണ്ട. ഓരോന്നിനും ഓരോ പവിത്രതയുണ്ടല്ലോ. ആ പവിത്രമായ നിലക്ക് മാത്രമേ ചെയ്യാവൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തും സലാമും വേണം. എന്നാൽ സലാത്തും സലാമും പുണ്യമാണ്, ചൊല്ലിയാൽ വലിയ പുണ്യമാണ് എന്ന് മാത്രമല്ല
മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ ബറദല്ലാഹു റൂഹി ഫറദ്ദു അലൈഹി സലാം. ഏത് സ്ഥലത്ത് നിന്ന് സലാം ചൊല്ലിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് മടക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയല്ല, നബി തങ്ങൾ പറയുന്നു ഞാനത് മടക്കും. അത് മടക്കാനുള്ള സംവിധാനം എനിക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ടാകും എന്റെ വഫാത്തിന് ശേഷം. അപ്പൊ നമ്മളിവിടുന്ന് യാ നബി സലാം അലൈക്കും എന്ന് പറയുമ്പോ മദീനയിൽ നമുക്ക് സലാം മടക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയൽ വുജൂബാണ്, നിർബന്ധമാണ്. എപ്പോ പ്രദേശത്ത് നിന്നോ ഒരു റബ്ബർ ടേപ്പിന് പോകുന്ന തൊഴിലാളി, ആ തൊഴിലാളി ഭാഗ്യവാനാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല ഭക്ഷണം തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണമാണ്. തൊഴിലാളികൾ മോശക്കാരല്ല, തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം. തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം വളരെ ഹൈറായ ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു പാപപ്പെട്ട തൊഴിലാളി സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, പ്രിയപ്പെട്ട നേതാവിന് സലാം പറയുന്നു. മദീനയിൽ അത് കേൾക്കുന്നു. മദീനയിൽ നിന്നോട്ട് വഅലൈക്കും സലാം പറയുന്നു. ഒരു പാവപ്പെട്ട ഉമ്മ ചട്ടപ്പറയിൽ വെച്ച് സലാം പറയുന്നു. ആ നേതാവിന് ചുറ്റപ്പരയിലുള്ളവരും കൊട്ടാരത്തിലുള്ളവരും പണക്കാരനും പാവപ്പെട്ടവരുമെല്ലാം അവിടുത്തെ ഉമ്മത്തുകളാണ്. അവിടുത്തെ ഉമ്മത്തുകളോട് വല്ലാത്ത പ്രിയമാണ്, വല്ലാത്ത സ്നേഹമാണ്. ഉമ്മത്തിന്റെ കാര്യം ഓർമ്മിച്ച് കരയത്തൂന വയ്യ. നല്ല നല്ല ആളുകളൊക്കെ എത്തുന്നു, നിസ്കാരം കളാക്കുന്നു. അതിനൊരു മടിയുമില്ലാത്തൊരു കൂട്ടര്, തടീച്ചയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നൊരു കൂട്ടര്. അങ്ങനെ തടീച്ച എന്താണോ പറയുന്നത്, ഏത് മുസ്ലിമിനെ കൊല്ലാനാണോ പറയുന്നത്, എന്ത് പലിശ വാങ്ങാനാണോ പറയുന്നത്, എന്ത് കള്ള് കുടിക്കാനാണോ പറയുന്നത്, എന്ത് സിഹ്ർ ചെയ്യാനാണോ പറയുന്നത്, ഏത് ആലിമിനെ നിന്ദിക്കാനാണോ പറയുന്നത്, ഏത് മനുഷ്യനെ ഗീബത്ത് പറയാനാണോ പറയുന്നത്, എന്ത് കള്ളം പറയാനാണോ, കളവ് നടത്താനാണോ, ചീത്ത വിളിക്കാനാണോ, എന്താണോ ചെയ്യുന്നത്, ആ തടീച്ചക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന അതേ നിസ്കാരം കളവാക്കുന്ന ഒരു വിഭാഗം വരുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, തങ്ങന്മാരെ ആദരിക്കുന്നവരാണ്, സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാണ്, സാധുക്കളെ സഹായിക്കുന്നവരാണ്, സാന്ത്വന പ്രവർത്തന രംഗത്ത് മുൻപന്തിയിലാണ്, താലിമിയർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, അങ്ങനെ തുടങ്ങി പള്ളി മദ്രസക്കൊക്കെ അധ്വാനിക്കുന്നവരാണ്. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും സുബ്ഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ കിടന്ന് ഉറങ്ങുന്നവനില്ലേ? വല്ലാത്ത അദബ് കേടായി പോയില്ലേ? പൊരുത്തക്കേടായി പോയില്ലേ? വല്ലാത്ത അകൽച്ചയായി പോയില്ലേ? ഹബീബായ നബിതങ്ങളുമായി വല്ലാത്ത അകൽച്ചയായി പോയില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, എന്നെയും നിങ്ങളെയും കഫൻ ചെയ്ത് ഖബറിലങ്ങ് കൊണ്ടുപോയി വെച്ചാൽ അവിടെയുള്ള ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഹബീബിനെ നബിതങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ നബിതങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. അവിടെ ശരിയായ മറുപടി പറയണ്ടേ നമുക്ക്? അതിന് ഹബീബിനെ നബിതങ്ങളുമായി ബന്ധം വേണം കേട്ടോ. ആ
ബന്ധം 5 നേരവും മദീനയുമായി ബന്ധപ്പെടണം. മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിക്കണം, ആ നേതാവിന് സലാം പറയണം. അതിനുവേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച നിസ്കാരമില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നബിതങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും ചൊല്ലേണ്ട നിർബന്ധമായ സലാത്തില്ലേ? അത് രണ്ടും ഉൾക്കൊള്ളുന്ന നിസ്കാരം. അത് എനിക്കും നിങ്ങൾക്കും കുടിക്കാൻ വെള്ളം തന്നോ, കഴിക്കാൻ ഭക്ഷണം തന്നോ, ശ്വസിക്കാൻ ഓക്സിജൻ തന്നോ, കാണാൻ കണ്ണു തന്നോ, പിടിക്കാൻ കൈ തന്നോ, നടക്കാൻ കാല് തന്നോ, എല്ലാ കഴിവും തന്ന രാജാവിനോടുള്ള സംഭാഷണമാണ് കേട്ടോ. അത് കൃത്യമായി നിസ്കരിക്കണം. അത് പ്രതിജ്ഞ എടുത്തിട്ടല്ലാതെ സാധുവായ എന്റെ മജ്‌ലിസിൽ പങ്കെടുത്തവർ പോകരുത്. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങൾക്കൊന്നും തരാൻ കഴിയില്ല. എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനൊന്നുമില്ല. എന്റെ സ്വന്തം കാര്യത്തിൽ തന്നെ ഞാൻ വലിയ ബേജാറില്ല. ഞാനിപ്പോൾ വരുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വാഗതം പറയുമ്പോഴും നന്ദി പറയുമ്പോഴുമൊക്കെ എല്ലാവരും ദ്വാരക്കും അത് ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആ ദ്വാരയുടെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർത്താൽ അതിന്റെ പുറമെ തത്വയോടുകൂടിയുള്ള ജീവിതം കൊടുക്കണേ. അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിച്ച്, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, ആരോടും വിദ്വേഷവും വൈരാഗ്യവുമില്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ സാധുവായ എനിക്കും അല്ലാഹു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾക്കെല്ലാം മരണമുണ്ട്. ആ മരണത്തെക്കുറിച്ച് നല്ല ബോധം വേണം. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. അല്ലാഹു നമുക്ക് തന്ന വലിയ സമ്പത്ത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നീണ്ട പ്രസംഗം കേൾക്കേണ്ടവർക്കൊക്കെ ആയിരക്കണക്കിന് സീഡികളും ഡിവിഡികളുമുണ്ട്. ഈ അടുത്ത് പ്രസംഗിച്ച സൂറത്തുൽ നൂർ പുതിയ ഡിവിഡികളുണ്ട്. 150 ഉറുപ്പിക എടുത്താൽ 4 ഡിവിഡികൾ കിട്ടും. മണിക്കൂറുകൾ കേൾക്കാറുണ്ട്. അതുപോലെ ധാരാളം പല പ്രസംഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വിടുന്നത്, നമ്മളൊക്കെ മരിക്കുന്ന ശരീരങ്ങളാണ്. ആരാണ് ഇവിടെ കാലകാലം നിൽക്കുന്നത്? മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഫരീഖുൻ ഫിൽ ജന്നത്തി വഫരീഖുൻ ഫിസ്സഈർ, ഒരു ഭാഗം കഠിനമായ ശിക്ഷയിലും നരകത്തിലുമാണ്. ആ നരകത്തിൽ കടക്കാതെ രക്ഷപ്പെടണം. മറ്റൊരു ഭാഗം സ്വർഗത്തിലാണ്. സ്വർഗം കാലകാലം സ്വർഗമാണ്. അവിടെ ഒരു ജലദോഷം പോലുമില്ല. ക്യാൻസറും ട്യൂമറും ഭയപ്പെടേണ്ടതില്ല. ഹാർട്ടിനും കിഡ്നിക്കും പ്രശ്നമില്ല. അവിടെ ഒരു എതിരാളിയും അക്രമിയുമില്ല. തെറി പറയുന്നവനും ചീത്ത പറയുന്നവനുമില്ല. കള്ളം പറയുന്നവരില്ല. അതേ സുഹൃത്തുക്കളെ, അവിടെ ദുഷിച്ച ഒരൊറ്റ മനുഷ്യനുമില്ല. സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അമ്പിയാക്കൾ, അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാർ ആ സൗന്ദര്യമുള്ള മുഖങ്ങൾ കണ്ട് ഒരു ടെൻഷനുമില്ലാതെ ഒരു കൊല്ലമല്ല കേട്ടോ, 10 വർഷമല്ല കേട്ടോ, 1000 വർഷമല്ല കേട്ടോ, 10,000 കോടി കേട്ടോ, കോടി 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 എന്ന് എന്റെ മരണം വരെ പറഞ്ഞാലും മരണശേഷമുള്ള ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സ്വർഗത്തിലുള്ള മനുഷ്യൻ സന്തോഷത്തിൽ തന്നെ. ആ സ്വർഗം നമുക്ക് വേണ്ടി തയ്യാറ് ചെയ്ത് കഴിഞ്ഞു. അല്ലാഹു പടച്ചു വെച്ച് കഴിഞ്ഞു. അതാണ് ഖുർആൻ പറഞ്ഞത്, ഞാൻ നേരത്തെ ഓതിയ വയത്തിൽ കണ്ടില്ലേ, തയ്യാർ. ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ഊണ് തയ്യാർ, മറ്റൊരു ഹോട്ടലിന്റെ മുമ്പിൽ ബിരിയാണി തയ്യാർ, വേറൊരു സ്ഥലത്ത് നാടൻ ഭക്ഷണം തയ്യാർ എന്ന് പറഞ്ഞാൽ കേൾക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം?
അല്ലാഹു പറയുന്നു സ്വർഗം തയ്യാർ, സ്വർഗം തയ്യാർ. അതിനു മുമ്പ് റബ്ബ് പറഞ്ഞതാണ് ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാതു വൽ അർദ്. പടച്ചവന്റെ പൊറുക്കലിലേക്കും ആകാശഭൂമിയുള്ള വിശാലതയുള്ള സ്വർഗത്തിലേക്കും വേഗം വന്നോ. സ്വർഗം തയ്യാർ. തഖ്വയുള്ളവർക്ക് സ്വർഗം. തഖ്വ എന്ന് പറയുന്നത് എന്തിനാണ്? മനസ്സിൽ അഹങ്കാരവും അസൂയയും അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് അല്ലാഹുവിൽ അർപ്പിച്ച് അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കാൻ സന്നദ്ധനാവുകയും അല്ലാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തുകൊണ്ടുള്ളവനാണോ അവനാണ് മുത്തഖി കേട്ടോ. തഖ്വല്ലാഹി മദാറു കുല്ലി സഅദതി വത്തിബഉ വഹുവ റസു ശർരിഹാ ഇലാ. അല്ലാഹുവിനെ അനുസരിച്ച് അവൻ കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ അവനാണ് സ്വർഗം. അല്ലാഹുവേ, ആ സ്വർഗം സാധുക്കളായ ഞങ്ങൾക്ക് ഈ അവസാനം തരണം റഹ്മാനേ, അവസാനം തരണം റഹ്മാനേ. ഞങ്ങളെ അമല് കൊണ്ട് സ്വർഗം വാങ്ങാനൊന്നും ഞങ്ങളുടെ അമലൊന്നുമില്ല, ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ വിവരവുമില്ല. ഞങ്ങൾ ചെയ്ത അമലുകൾക്കൊക്കെ 100 ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ പക്ഷേ ഈ മജ്‌ലിസ് ഈ മോമിനീങ്ങളൊക്കെ വന്നത് എന്തിനാ? ഈ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഗ്രാമപ്രദേശത്ത് ഒരുമിച്ച് കൂടിയത് എന്തിനാ? ഈ സാധുവായ എന്നിൽ നിന്നൊരു നയാകാശം അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു വന്നതല്ല. അവർ വന്നത് സാധുവായ ഞാൻ വന്നതും അവർ വന്നതും ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതും ഞങ്ങൾ ഓലസിന്റെ കെട്ടി മദ്രസ നടത്തുന്നതും ഞങ്ങളെല്ലാ സംഗതികളും ഞങ്ങളെ SVSന്റെ പ്രവർത്തനങ്ങളും SSFന്റെ പ്രവർത്തനങ്ങളും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ മദ്രസകളുടെയും പള്ളികളുടെയും ദീനീയ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളൊക്കെ റബ്ബേ നീ ഞങ്ങൾക്ക് കബൂൽ ചെയ്യണേ അല്ലാഹ്. അതിന്റെ പേരിൽ സാധുക്കളായ ഞങ്ങൾക്ക് നരകത്തിൽ മോചനം കിട്ടണം, ഞങ്ങൾക്ക് സ്വർഗം കിട്ടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ദുനിയാവിന്റെ ലാഭം കിട്ടാനല്ല. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ മഹ്ബായ ഫضل കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് നീയല്ലേ ഞങ്ങൾ ചോദിക്കാതെ കണ്ണു തന്നത്, നീയല്ലേ ഞങ്ങൾക്ക് കേൾവി തന്നത്, നീയല്ലേ സംസാരശേഷി തന്നത്, നീയല്ലേ സർവ്വ നിയമത്തും തന്നത്. ഞങ്ങളെ കിഡ്നി എത്ര ഉറുപ്പികണ്ട്, ഞങ്ങളെ ഹാർട്ട് എത്ര ഉറുപ്പികണ്ട്. സുഹൃത്തുക്കളെ, ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു വിഷയത്തിലും നമ്മൾ ഇടപെട്ടു. ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ അതിലൊന്നും നമ്മൾ ഇടപെട്ടു. നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ അപ്പുറത്ത് പലപ്പോഴും ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് വിശ്വസിച്ചാൽ മനുഷ്യനാണ്, പക്ഷെ നമ്മളെപ്പോലത്തെ കേവലം സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചാൽ അത് ഖുർആനിനെതിരല്ലേ, ഹദീസിനെതിരല്ലേ? സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയോ? സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? സാധാരണ മനുഷ്യന് മലക്കുകളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയോ? അതപ്പോ മുഹമ്മദ് നബി സാധാരണ കേവല സാധാരണ മനുഷ്യനാണെന്ന് പുത്തൻവാദികൾ പറയുന്നു. അതിൽ നമ്മൾ വിട്ടുപോയാൽ നമ്മുടെ ഈമാൻ പോയിപ്പോയില്ലേ? അതുകൊണ്ട് നമ്മൾ അതിൽ വിട്ടുപോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനങ്ങൾ അംഗീകരിക്കണ്ടേ? ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. അല്ലാഹു പറയാ, അവർക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തങ്ങളെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാത്ത കാലത്തോളം വറബ്ബിക, തങ്ങളെ റബ്ബിന് തന്നെയാണ് സത്യം, മോചനാവില്ല. അല്ലാഹുവിന്റെ തീരുമാനം പറഞ്ഞാൽ 100% അംഗീകരിച്ചു, ഇല്ലെങ്കിലോ മോചനാവില്ല. തീരുമാനം അംഗീകരിക്കണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ത്രീകളോട് ബുയൂതുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈർ. അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം മാറ്റിയിട്ട് നമ്മൾ വീടുകൾ പള്ളിയിൽ പോകണമെന്ന് പറയാൻ പറ്റുമോ?
റസൂലുള്ളാഹിന്റെ തീരുമാനം അംഗീകരിക്കാതെ പോയില്ലേ, ഈമാൻ തെറ്റിപ്പോയില്ലേ? അപ്പൊ സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്താ? നബി തങ്ങൾ പഠിപ്പിച്ചു, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു, ഫാത്തിഹ ഓതിയിട്ട് കാരണം ഉത്തരം കിട്ടും. അപ്പോൾ ദ്വാരക്ക് ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയിട്ട് കാരണം ഫാത്തിഹ ഒരു അക്ഷരമെങ്കിലും ഓതിയിട്ട് കാരണം ഉത്തരം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കുക അങ്ങനല്ലേ? നമ്മളായിരിക്കും നിക്കാഹ് കഴിഞ്ഞാൽ ഫാത്തിഹ ഓതിയിട്ട് ദ്വാ. പുതിയൊരു വീട്ടിൽ നമ്മൾ തറയിട്ടാൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദ്വാ. യാത്ര ഫാത്തിഹ ഓതിയിട്ട് ദ്വാ. കാരണം ഫാത്തിഹ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വദുറ കുല്ലി സലത്തിൻ മക്തൂബ, ഫർദസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്നതാണ്. അപ്പൊ ഫർദസ്കാരത്തിന്റെ ശേഷം ദുആ നടത്തുമ്പോൾ തന്നെ നബി തങ്ങൾ കൂട്ടു പ്രാർത്ഥന നടത്തി ഉത്തരം കിട്ടും. അപ്പൊ ഒന്നായിട്ട് ഇമാമുദ്ദാറിന് മറ്റുള്ള രാമയും പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. ഓരോ സഹോദരന്മാരെ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മയും എന്റെ ഉമ്മ മരിച്ചുപോയി, ഉമ്മാന്റെ പേരിൽ കർമ്മം ചെയ്ത ഉമ്മക്ക് ഫലം കിട്ടുമോ, പ്രതിഫലം കിട്ടുമോ നബിയേ? അതേ കിട്ടും. ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. ഒരു പണ്ഡിതരും തർക്കില്ല. അപ്പൊ മരിച്ചവരുടെ പേരിൽ സ്വതക്ക ചെയ്യണം, ചെയ്താൽ മരിച്ചവർ ഫലം കിട്ടും, പ്രതിഫലം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അങ്ങനെ നബി തങ്ങൾ എടുത്ത തീരുമാനം അവിടുന്ന് പറയാണ്, സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാഉർ റാഷിദീങ്ങൾ നമുക്ക് ജുമുഅക്ക് 2 ബാങ്ക് പഠിപ്പിച്ചു തന്നു, തറാവീഹ് 20 റക്അത്ത് പഠിപ്പിച്ചു തന്നു. ഏത് നാട്ടുകാരാണെങ്കിലും സദസ്സിലുള്ളതാരാണെങ്കിലും അറബി തന്നെ ഖുത്ബ ഓതണമെന്ന് പഠിപ്പിച്ചു തന്നു. ആ ഖുലഫാഉർ റാഷിദീങ്ങൾ പഠിപ്പിച്ച മുറുകെ പിടിക്കണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ അംഗീകരിക്കണം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്, സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയാൽ നമുക്ക് മണ്ണാർക്കാട്ട് വെച്ച് പറയാം. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആ സുന്നത്ത് ജമാഅത്തിന് വിധങ്ങൾ പഠിപ്പിച്ചത് മുറുകെ പിടിക്കുന്നവർ, സഹാബത്ത് പഠിപ്പിച്ചത് മുറുകെ പിടിക്കുന്നവർ, അത് മാറ്റം വരുത്താതെ തുടരുന്നവർ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്തി ജീവിതത്തിൽ ഉൾക്കൊണ്ട് കൃത്യമായി നിസ്കരിച്ച് നല്ല ജീവിതം നയിക്കണം. ഞാൻ എന്റെ ഉമ്മമാർക്ക് വേണ്ടി 2 വാക്ക് പറയട്ടെ. സ്ത്രീകൾ മക്കളോട് വിവേചനം കാണിക്കരുത്. കാര്യമായിട്ട് ഇയാൾ കുട്ടിയാളിന് നാദാവത്ത് വന്നിട്ട് മണ്ണാക്കാട് വന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞ മക്കളോട് ഉമ്മാര് വിവേചനം, മക്കൾ നമ്മള് ബാറ്റിട്ട് പറ്റിയില്ലേ ഉസ്താദെ, ഞങ്ങൾക്ക് മക്കളോടുണ്ടോ വിവേചനം ഉണ്ടാകുന്ന? എല്ലാവർക്കും സ്നേഹമല്ലേ? അൽഹംദുലില്ലാ, അങ്ങനെ ഞാൻ വേണ്ടത്. പക്ഷെ ഞാനൊരു ചെറിയൊരു കാര്യം പറയട്ടെ. സുബ്ഹാനല്ലാഹ്, എല്ലാവരും എഴുതിയിട്ടുണ്ട് സ്വലാത്തിൽ. എല്ലാവരും വാടിപ്പോയി, വല്ലാത്ത ചൂടാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം തരണം റഹ്മാനേ, ഞങ്ങൾക്ക് മഴ തരണം റഹ്മാനേ. ഞങ്ങൾക്ക് വെള്ളം തരുന്ന രാജാവ് നീയാണ്. ഒരു രാജാവിനും വെള്ളം തരാൻ കഴിയൂല. സാധുക്കളായ ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം തരുടെ റഹ്മാനേ. വരൾച്ച കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനേ. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിനോട് ദുആ നടത്തണം. ഇരുന്നോളൂ സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്നറിയോ? ഒരു ഉമ്മാക്ക് ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി. പെൺകുട്ടീന്റെ കല്യാണം കഴിഞ്ഞപ്പോ പെൺകുട്ടീന്റെ ഭർത്താവ്, ഇവിടെ എന്താ മരുമകൻ എന്നാ പറയാ, മരുമകൻ വരികയാണ്. ഞങ്ങളുടെ പ്രിയാപ്പിള അങ്ങനെ മരുമകൻ വരികയാണ്. എന്താണ് ആ മരുമകനോടുള്ള സ്നേഹം എന്നറിയോ ഈ ഉമ്മാക്ക്? കാരണം ആളെ ഭർത്താവല്ലേ, നല്ല സ്നേഹം, വല്ലാത്ത സ്നേഹം, നല്ല ബഹുമാനം, സ്വന്തം മക്കളെക്കാളും ആദരിച്ച് സ്നേഹിക്കുകയാണ്.
അതേ പെൺകുട്ടിയുടെ ആങ്ങള, അതേ പെൺകുട്ടിയുടെ ഒരു ആയിഷന്റെ ആങ്ങള അബ്ദുറഹ്മാൻ അല്ലെ അബൂബക്കറും ഇതേപോലെ തന്നെ ഒരു വിവാഹം കഴിച്ച് തിരിച്ച് അബൂബക്കറിന്റെ ഭാര്യയും വീട്ടിലേക്ക് വന്നു. അബൂബക്കറിന്റെ ഭാര്യനോട് സ്നേഹം കിട്ടുന്നില്ല, ആയിഷാന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹം, വല്ലാത്ത സ്നേഹം. ചിലവന്മാര് അതിന്റെ എനിക്ക് മനസ്സിലാകുന്നില്ല, രണ്ടു മക്കളെന്നല്ലേ, ഇത് മകളെ ഭർത്താവ്, മറ്റത് മകന്റെ ഭാര്യ, രണ്ടു ഇണകള് രണ്ടാളും വീട്ടിലേക്ക് വന്നത്. രണ്ടും നമ്മളെ വീട്ടിലെ അതിഥികളില്ലേ രണ്ടാളും. അപ്പൊ മകളോടുള്ള അതേ സ്നേഹം മകനോടും കാണിക്കണ്ടേ? മകളെ ഭർത്താവിനെ സ്നേഹിക്കും പോലെ മകന്റെ ഭാര്യനെ സ്നേഹിക്കണ്ടേ? ചില ഉമ്മാരെ മകന്റെ ഭാര്യയുടെ ഒരു പ്രതിപക്ഷത്ത്, എന്നിട്ട് ചിലപ്പോ ഉമ്മേറും പെങ്ങന്മാരുടെ കൂടി ഭരണപക്ഷത്ത്. അങ്ങനെയാകാൻ പാടുണ്ടോ? നമ്മുടെ വീട്ടിൽ വന്ന അതിഥികളല്ലേ ആ പെൺകുട്ടികള്. ആ പെൺകുട്ടികളോട് നല്ല പെരുമാറ്റം വേണം. അള്ളാഹു നമ്മളോട് ചോദിക്കും. അള്ളാഹ് നമ്മളോട് ചോദിക്കാൻ ഉമ്മാർക്ക് ആർക്കും വിഷമം വേണ്ട. നമ്മളോട് അള്ളാഹ് നിങ്ങൾ സുഖത്തിൽ കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ ഭാര്യമാരോട് നല്ല പെരുമാറ്റം. നിങ്ങളുടെ സ്വഭാവം നന്നാക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. നേരെ മറിച്ച് നിങ്ങളുടെ സ്വഭാവം പരുഷമാക്കിയിട്ട് ആ പെൺകുട്ടികളെ മനസ്സ് വേദനിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. അള്ളാഹുവിന്റെ കോടതിയുണ്ട് നമുക്ക്. അവിടെ നമ്മൾ ചോദ്യം ചെയ്യും, ഈ പാവപ്പെട്ട പെൺകുട്ടിയെ നീ എന്തിന് പീഡിപ്പിച്ചു, നീ എന്തിന് വേദനിപ്പിച്ചു, നീ എന്തിന് കരയിപ്പിച്ചു? എത്ര ആളുകളാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഭർത്താവിന്റെ ഉമ്മാന്റെ വിഷമം ഇങ്ങനെ പറയാ, ഭർത്താവിന്റെ ഉമ്മ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അല്ലാതെ പറയുന്നു, കേൾക്കാതെ. ചില സ്ഥലത്ത് ഭർത്താവിന്റെ ഉമ്മ തൂക്കിയൊക്കെയാണ്, പൊന്ന് പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ടോ തൂക്കിയൊക്കെ. ഇങ്ങനെയില്ല, ഇവക്കല്ല ഇവരുടെ കാര്യം എനിക്ക് മനസ്സിലാക്കി. ഭർത്താവ് തൂക്കിയൊക്കെയാണ് തർക്കമില്ല, കാരണം അവന് കാണാൻ വേണ്ടിയാണല്ലോ ഇവിടെ ശരീരത്തിലുള്ള പൊന്നൊക്കെ. അതുകൊണ്ട് അവനത് തൂക്കിയൊക്കെയാണ്, അതിന് ന്യായമുണ്ട്. മാത്രമല്ല ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു അവകാശം കിട്ടുമല്ലോ, ഈ ഭർത്താവിന്റെ ഉമ്മക്ക് അവകാശം കിട്ടുമോ? ഇവിടെ നിന്നെ തൂക്കിയൊക്കാൻ പോകുന്നു. ചില പെണ്ണന്മാര് തൂക്കിയൊക്കുന്നവരുണ്ടെന്ന് കേട്ടു. ഈ പെണ്ണതിനെ തൂക്കിയൊക്കാൻ പോകുന്നു, ബാക്കിന്റെ കാര്യം ഇവർക്ക് പെണ്ണുകളുണ്ട്. ഭർത്താവ് തൂക്കിയൊക്കെ കാര്യമുണ്ട്. കാര്യം അവന്റെ ആഗ്രഹം ഒരു 25 പവന് വേണമെന്നാണ്. തൂക്കിയൊക്കുമ്പോൾ ഒരു 20 ഉള്ളൂ, പിന്നെ ഒരു 5 പവൻ അവന് വാങ്ങിച്ചു കൊടുക്കാലോ. അത് കാര്യമാണല്ലോ, കാരണം ഇവരല്ലേ ഇത് കണ്ടാസ്വദിക്കേണ്ടത്. കണ്ടാസ്വദിക്കേണ്ടവൻ തന്നെയല്ലേ വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? അല്ലേ? അതില്ലേ മാന്യത എന്ന് പറഞ്ഞാല്. വേറെ ചിലരുണ്ട് സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിക്കാൻ വിടണ്ടോന്ന് എനിക്കറിയില്ല. ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിന് കൂട്ടിക്കൊണ്ടിരുന്ന ആചാരം ഞങ്ങളാട്ട് കൂട്ടല് കഴിക്കാതെ, കൂട്ടല് എന്നാ പറയാ, ഇവിടെ എന്താ പറയാൻ കൂട്ടിക്കൊണ്ടിരുന്നൊരു പരിപാടി. ഇവിടെ ഇല്ല, അങ്ങനെ പെങ്ങന്മാരെല്ലാം കൂടി പോയിട്ട് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അണിയിച്ച് കൂട്ടിക്കൊണ്ടു, അല്ലേ? അതെ, അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയ പെണ്ണുകള്, ആ പെണ്ണുടെ മുന്നില് നിങ്ങളൊന്ന് നോക്ക്, അന്ന് വസ്ത്രം, നിങ്ങൾ തട്ടം അല്ലെ കുപ്പായം, അത് നിങ്ങൾ കൊണ്ടുവന്നത് വേണ്ട. അതിവിടെ ബാപ്പൻ എടുത്തൊരു തുണിയുണ്ട്, ഒരു കുപ്പായുണ്ട്, അല്ലെ തട്ടുണ്ട്, അത് ഇടിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വെറുപ്പെന്നറിയോ? ഞങ്ങൾ കൊണ്ടുവന്നല്ലാതെ തൊടാൻ പറ്റൂല. നല്ല ആശയാണത്. അങ്ങനെ തന്നെ വേണ്ടി നിക്കാഹിത പിന്നെ അവന്റെ ഇടേണ്ടത്. പക്ഷെ അവിടെ ഒന്നും കൂടി ഞാൻ പറയാം, പൊന്നും കൂടി അങ്ങനെയാക്കാം. ഈ തട്ടോ കുപ്പായോ ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്ന എങ്ങനെയാണോ നിർബന്ധമല്ലോ, അതുപോലെ പൊന്നും ഞങ്ങൾ കൊണ്ടുവന്ന എങ്ങനെയായിരിക്കണോ നിർബന്ധം. എന്ത് രസമുണ്ടാവും. പക്ഷേ അതിന് കിട്ടുന്നില്ല. വില കുറഞ്ഞാൽ നമ്മുടെ വകയിൽ വിലയുള്ളൊക്കെ ഈ പെണ്ണിന്റെ ബാപ്പാന്റെ ഞാനിങ്ങനെ ഓർക്കും കൂടി കഴിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പൊന്നിന്റെ പേരിൽ തല്ലുകൂടരുത്. പൊന്ന് താണ സാധനം, പൊന്ന് താണ സാധനം, അതിനേക്കാളൊക്കെ വലുത് നമ്മുടെ സ്വഭാവമാണ്. പൊന്നിനേക്കാൾ വലുത് സ്വഭാവമാണ്. ദീനുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ പെൺകുട്ടി സുബഹിക്ക് ഉറങ്ങിപ്പോയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയേണ്ട സമയത്ത് ഉറങ്ങിപ്പോയാൽ, നമ്മളെ സുബഹിക്ക് വിളിക്കുന്ന പെൺകുട്ടിയാണോ, ആ പെൺകുട്ടിയെ തെരഞ്ഞെടുക്കണേ ചെറുപ്പക്കാരെ. പൊന്നല്ല നോക്കേണ്ടത്, ദീനാ നോക്കേണ്ടത്. ദീനുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാം. പാവപ്പെട്ട പെൺകുട്ടികൾ, ഒരാളൊരു വിവാഹം, ഒരു മകളെ കല്യാണം കഴിച്ചെടുക്കുമ്പോൾ എത്രയേ വിഷമിച്ചിട്ടാ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. പരമാവധി പൊന്നു കൊടുക്കാൻ ബാപ്പാക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാവൂലേ? പരമാവധി പൊന്നു കൊടുക്കാൻ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അവരെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ട് കൊടുത്തതാണ് 15 പവന്.
പക്ഷെ നീ 20 പവന് പ്രതീക്ഷിച്ചിരുന്നു, 5 പവന് പറഞ്ഞു പോയതിന് നീ കുഴപ്പം കൂടണോ? അല്ലാഹു തആല നല്ല സ്വഭാവം കാണിച്ചാൽ നിനക്ക് തന്നെ അള്ളാഹു തരുന്ന ഐശ്വര്യം നിനക്ക് വാങ്ങിച്ചു കൊടുത്തേ. പിന്നെ അതിന് കുഴപ്പം കൂടുന്ന ഉമ്മമാരാകരുത്, അതിന് കുഴപ്പം കൂടുന്ന പെങ്ങന്മാരാകരുത്. ഇതുപോലെ കൂടെ കണ്ണട വെച്ചിട്ട് എന്തുണ്ട് കുറ്റമെന്ന് കണ്ടുപിടിക്കരുത്. മകളോട് പറയാ, മകളെ ഭർത്താവിന്റെ സ്വഭാവമൊക്കെ കുറച്ച് മോശമായിട്ട് മകളിങ്ങനെ കംപ്ലൈന്റ് വരും. അത് സാരമില്ല, ക്ഷമിച്ചു നിൽക്കണോ എന്ന് പറയാ. ആരും ഉമ്മ ആരോട്? മകളോട്. അതേ ഉമ്മ മകനോടും പറയണോ, എന്റെ പെണ്ണുങ്ങളെ ഭാര്യയുടെ സ്വഭാവം മോശമില്ലേ, ക്ഷമിച്ചു നിൽക്കണമെന്ന് മകനോടും പറയണോ? മകളോട് പറഞ്ഞില്ലേ മകളെ ഭർത്താവിന്റെ സ്വഭാവം ക്ഷമിച്ചിരിക്കണോ? അതുപോലെ മകനോട് പറയണോ, മകന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ ദോഷമുണ്ടെങ്കിൽ ക്ഷമിച്ചു നിൽക്കണോ? അതിന് പകരം ഫോൺ എടുത്താല് ഭാര്യന്റെ കുറ്റം, ഫോൺ എടുത്തോ ഭാര്യന്റെ കുറ്റം, അങ്ങനെ പറയുന്ന കുറെ ഉമ്മാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് 100 പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനിടയിൽ ഒരു സന്തോഷത്തിന്റെ ഫോൺ കിട്ടണമെന്ന് മനസ്സിലാക്കി ഉമ്മനെ വിളിക്കുമ്പോ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന സ്വന്തം ഭാര്യന്റെ കുറ്റം മാത്രം പറയുന്ന ഫോണ്, പെങ്ങന്മാരെ ഫോണ്, കുടുംബത്തിന്റെ ഫോണ്, ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? അത് മനസ്സിലാക്കണ്ടേ ഉമ്മമാരെ? ഇതേപോലെ ഞാൻ തിരിച്ചൊരു വാക്കും കൂടി പറയാൻ, എന്നാലേ ഞാൻ അള്ളാഹുവിനെ രക്ഷപ്പെടൂ. ചില പെൺകുട്ടികളുണ്ട്, വിവാഹം കഴിച്ചാൽ പിന്നെ ഭർത്താവ് എന്റേതാണ്, പിന്നെ ഉമ്മാക്ക് ആ ഭർത്താവിനെ കൊണ്ടൊരു ഗുണവും കിട്ടരുത്, പെങ്ങന്മാർക്കൊരു ഗുണവും കിട്ടരുത് എന്ന് ചിന്തിക്കുന്ന ചില പെൺകുട്ടികളുണ്ട്. ഇല്ല, സ്വന്തം ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരു മോനും സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന്റെ ചുവടയാ സ്വർഗം. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ, സ്വന്തം ഭാര്യമാരുടെ ഫിത്നയും ഫസാദും കേട്ടിട്ട് നിങ്ങൾ ഉമ്മാനെ വെറുക്കരുതേ, പെങ്ങന്മാരകറ്റരുതേ. നിങ്ങൾക്ക് ബുദ്ധി വേണം, നിങ്ങൾക്ക് തന്റെ ഇടം വേണം. ഉമ്മാന്റെ ഫിത്ന കേട്ട് ഭാര്യനെ ആക്രമിക്കരുത്, ഭാര്യന്റെ ഫിത്ന കേട്ടിട്ട് ഉമ്മാനെ വെറുക്കരുത്. ഉമ്മാനെയും തൃപ്തിപ്പെടുത്തണം, ഭാര്യയെയും തൃപ്തിപ്പെടുത്തണം. കുടുംബജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ നിങ്ങൾ നല്ല തന്റെ ഇടമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല വിവേകമുള്ള യുവാക്കളാകണേ. മണ്ണാർക്കാടുന്ന് 2 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു. സാധാരണ ഉമ്മാന്റെ കൈ കൊടുത്തിട്ട് ഉമ്മ എല്ലാവർക്കും സപ്ലൈ ചെയ്യല. ഭാര്യ വന്നപ്പോ ഓടി വന്ന് മുന്നിൽ തന്നെ വന്ന് ചാടിയത് ഇവളെ കയ്യിലായി കൊടുത്ത്. അത് മുതൽക്ക് അമ്മക്ക് വെറുപ്പ് തുടങ്ങിയത്. കാരണം ഭരണം ഇവളെ കയ്യിലായി പോയി. അതിനെന്ത് വിടണോ? ആപ്പിൾ ഉമ്മാന്റെ കയ്യിൽ തന്നെ കൊടുക്കണോ? ഉമ്മ വിതരണം ചെയ്തോട്ടെ ഭാര്യ. നല്ല ചില ഹിക്മത്തുള്ള ചെറുപ്പക്കാരൻ വിദേശത്തുനിന്ന് വന്നാൽ താക്കോലെടുത്തിട്ട് ഉമ്മാന്റെ അടുത്ത്, ഉമ്മ തുറന്നിട്ട് വേണ്ട എല്ലാം എടുത്തിട്ട് ബാക്കി അയക്കാൻ വേണേ കൊടുത്തോട്ടെ. പിന്നെ ഉമ്മാക്കൊന്നും വേണ്ട, താക്കോല് കിട്ടിയാൽ മതി. ഉമ്മ അപ്പൊ തന്നെ താക്കോല് മടക്കി ഉമ്മ പറയും, നീ തുറന്നിട്ട് ഏക്കത്തോട്ടേ തന്നെടാ. ഉമ്മാക്ക് വിഷയം കഴിഞ്ഞു. കാരണം ഞാൻ എന്റെ വയറ്റിട്ട് പൊറ്റിയതായി ഈ കുട്ടിയെ. ഞാനാണ് ഇവന്റെ മലവും മൂത്രവും ചലവും വൃത്തിയാക്കിയിട്ട് ഇത്രയും എത്തിച്ചത്. അത്രയും എത്തിച്ച എന്നെ എന്റെ മകൻ പരിഗണിച്ചല്ലോ. അവനവന്റെ പെട്ടിയുടെ താക്കോലിങ് എന്റെ കയ്യിൽ തന്നില്ലേ, എന്നെ പരിഗണിച്ചല്ലോ. ആ ഉമ്മാക്ക് പിന്നൊന്നും വേണ്ട. അങ്ങനെ ഉമ്മയെ നല്ല സ്നേഹത്തോടെ ഉമ്മയോട് കൈകാര്യം ചെയ്യണം. ചെറുപ്പക്കാരെ, ഉമ്മാനെ അവഗണിക്കരുതേ, ഉമ്മാനെ തള്ളിപ്പോകരുതേ, ബാപ്പാനെ മറന്നു പോകരുതേ. ബാപ്പയും ഉമ്മയൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് അതല്ലേ? അത് സ്വന്തം ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയുമാണെങ്കിൽ ആ ഖിദ്മത്തിന് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കുണ്ടോ? അതുകൊണ്ട് ഈ ഉമ്മാക്ക് ഞാനതിന് ചായ ഉണ്ടാക്കി കൊടുക്കണം, ഈ ഉമ്മാക്ക് ഞാനതിന് ചോറ് വെച്ചു കൊടുക്കണം എന്ന ചിന്തക്ക് പകരം അത് സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാകട്ടെ പെൺകുട്ടികളെ. അതേ സമയത്ത് ബാപ്പമാരെ, ഉമ്മമാരെ, എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. ഇല്ല, ഞാൻ പറയുന്നില്ല.
എന്താ സംഗതി? എന്റെ വീട്ടിൽ എന്നെ കേൾക്കുന്നില്ല, എന്റെ ഭാര്യ എന്നെ കേൾക്കുന്നില്ല, എന്റെ ബാപ്പയും ഉമ്മയും വീട്ടിൽ കയറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ സംഗതി? പറഞ്ഞ് പെങ്ങളെ കല്യാണത്തിന് ഭാര്യന്റെ പൊന്നെടുത്ത് കൊടുക്കാൻ വേണ്ടി ബാപ്പയും ഉമ്മയും പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, അവക്കയിൽ ഇഷ്ടമില്ല കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നിർബന്ധിച്ചില്ല, അതുകൊണ്ട് ഇനി ആ പെണ്ണിന് ഇവിടെ കയറണ്ടാന്ന് ബാപ്പയും ഉമ്മയും ഇജ്മാഅായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ പാതിരക്കും ഇങ്ങനെ ഈ ചൂടിലും കാത്തിരുന്നിട്ട് പറയേണ്ടതൊന്നും പറഞ്ഞാലില്ല എന്ന് പറയേണ്ട, അതുകൊണ്ട് പറയാണ്, ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നിങ്ങളെ മകന്റെ ഭാര്യയുടെ സ്വർണത്തിന് നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങളെ മകൾക്ക് അവകാശമില്ല, അവളുടെ ഭർത്താവിനും അവകാശമില്ല. അവൾ മരിച്ചാലേ അവകാശം വരുള്ളൂ, അതുവരെ ഭർത്താവിനും അവകാശമില്ല. അതുകൊണ്ട് അവളെ സ്വർണം ചോദിക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ഇനി ചോദിച്ചിട്ട് തന്നാൽ പോലും വാങ്ങാൻ പാടില്ല. എന്താ തന്നാലും വാങ്ങരുത്? അതെ, എങ്ങനെ പറയാ? ആ തരലെങ്ങനെയാ നോക്കണം. തെരൽ എങ്ങനെയുള്ള തെരലാ നോക്കണം. തെരല് രണ്ടു രീതി. നമ്മൾ ഭക്ഷണത്തിരിക്കുമ്പോ, ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കയറി വരും, വരി ഇരിക്കാന്ന് പറഞ്ഞു. നമ്മൾ അതൊരു ഭംഗി വാക്ക് പറഞ്ഞത്. നമ്മൾ ഭക്ഷണം കഴിക്കും കയറി എന്നാ ക്ഷണിക്കാൻ നിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളത് വരി ഇരിക്കാന്ന്. അപ്പൊ അയാൾ അങ്ങനെ തന്നെ കയ്യും കയ്യും ഒന്നും ഇരുന്നാലോ? അങ്ങനെ ഇരിക്കാൻ പാടില്ല. പൊതുവിൽ വീണിട്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കയറി വരുമ്പോ അയാൾ ക്ഷണിച്ചാൽ ഒറ്റ ക്ഷണത്തിന് ഇരിക്കാൻ പാടില്ല. കാരണം അത് മനസ്സിന്റെ നാണക്കേട് കൊണ്ട്, ലജ്ജ കൊണ്ട് വിളിച്ചത്, അങ്ങനെ വിളിക്കാൻ കാര്യം വിളിച്ചതാ. അതേ സമയത്ത് ഇരിക്കാം. എപ്പോ ഒരിക്കലും വിളിച്ചു, വേണ്ട നിങ്ങൾ കഴിച്ചോളി, അല്ലല്ല വരി, ഇല്ല നിങ്ങൾ കഴിച്ചോളി, എനിക്ക് വേണ്ട, അല്ല വരീന്ന്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആവർത്തിച്ച് വിളിച്ചാൽ ഇരിക്കുക. കാരണം അത് മനസ്സിന്റെ അടിത്തട്ടുന്നുള്ള വിളിയോ, മറ്റത് തൽക്കാലം ഒരു ലജ്ജയ്ക്ക് വേണ്ടിയുള്ള വിളിയോ, ഒറ്റ വിളി. അതുകൊണ്ട് ഒറ്റ വിളി പോയി ഇരിക്കാൻ പാടില്ല എന്ന് കിതാബിലുണ്ട്. ലജ്ജ കൊണ്ടൊരാൾ തന്നാൽ വാങ്ങാൻ പറ്റൂല. അതുപോലെ ഭർത്താവിന്റെ ബാപ്പ ചോദിക്കും എങ്ങനെ കൊടുക്കാതിരിക്കും, ഉമ്മ ചോദിക്കും എങ്ങനെ കൊടുക്കാതിരിക്കും, അല്ലെ ഭർത്താവ് ചോദിക്കും എങ്ങനെ കൊടുക്കാതിരിക്കും എന്ന ലജ്ജ കൊണ്ടാണ് തരുന്നതെങ്കിൽ വാങ്ങാൻ പറ്റില്ല. നേരെ മറിച്ച് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പറയാണ്, ഇതാ നിങ്ങളെ പെങ്ങളെ കല്യാണം കഴിഞ്ഞില്ല, പൊന്നൊടുക്കാൻ കഴിയതല്ലേ, ഞാൻ എന്റെ പൊന്നെ സംഭാവനയാട്ടെ, മുന്നോട്ട് ചോദിച്ചതാണെങ്കിൽ തരാറുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുന്ന കാലത്ത് എന്നെ നിങ്ങൾ വിളിക്കണേ. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാതെ ലജ്ജ കൊണ്ട് തന്നാ വാങ്ങാൻ പറ്റില്ല. വലിയ ആലിമാണ് അലി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സാഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ വെറുതെ തോന്നിവാസം മസല പറയല്ല, പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരാളെ ഹയായിന്റെ പേരിൽ തന്നാ വാങ്ങാൻ പറ്റില്ല, പേടിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നാ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സന്തോഷത്തിന്റെ പേരിലാണെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മകന്റെ ഭാര്യയുടെ പൊന്ന് കണ്ടിട്ട് ആരും പൂതി വെക്കണ്ട. ആ പൊന്ന് കിട്ടാത്തതിന്റെ പേരിൽ മകന്റെ ഭാര്യനെ പുറത്താക്കണ്ട. ഒരു വിഷയം കൂടി ഞാനിങ്ങ് പറയാണ്. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പ്രിയപ്പെട്ട ആൺകുട്ടികളെ, എങ്ങനെ ഉമ്മയും ബാപ്പയും നമ്മളെ പോറ്റിയത്? നമ്മളെ മൂക്കും നൊലിക്കുന്നത്, ചെവിട്ടും നൊലിക്കുന്നത്, നമ്മുടെ മൂത്രമൊഴിച്ചത്, നമ്മൾ അതാ കാട്ടിച്ചത് അവരെ മടിയിലല്ലേ, കയ്യിലല്ലേ, മുഖത്തല്ലേ? എന്നിട്ടൊരു മടുപ്പുമില്ലാതെ നമ്മളെ കുളിപ്പിച്ച് തോർത്തിയിട്ട് പിന്നെയും ദുരിതരാ ചുംബിച്ച ഉമ്മയല്ലേ, പിന്നെയും സ്നേഹിച്ച ഉമ്മയല്ലേ, നമ്മളെ ഇത്രയും എത്തിച്ച ഉമ്മയല്ലേ? ആ ഉമ്മാനോട് പരുത്ത സംസാരം പറ്റൂല, കടുത്ത ഭാഷ പറ്റൂല. ഉറക്കമൊഴിച്ച് പോറ്റിയ ബാപ്പോട് ധിക്കാരം പറ്റൂല. നന്ദി വേണം. അനിസ്കുല്ലി വലിവാലിദൈ, അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണമെന്നല്ലേ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്? മാതാപിതാക്കൾക്ക് നന്ദി വേണേ. എന്നാൽ തീരെ നന്ദിയില്ലാത്തൊരു കൂട്ടരെ ഞാൻ പറയട്ടെ. ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് വിളിച്ചാൽ നായകൾ ഓടി വന്ന്
ഭക്ഷണവും വെള്ളമൊക്കെ കാലാകാലം തന്ന പടച്ചറമ്പ് അഞ്ചേരം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഒരു നായിന്റെ നന്ദിയും കൂടിയില്ല അല്ലേ? എന്നാ അതേപോലെ നന്ദിയില്ലാത്തൊരു കൂട്ടരെ ഞാൻ പറയട്ടെ. ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറയുന്നത് സിറാജുദ്ദീനിലേക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി കൊണ്ടെത്തട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോ അത് ചതിയാണോ അല്ലേ നോക്കണല്ലോ, ഭക്ഷണമല്ലേ. അപ്പൊ നോക്കുമ്പോ നമ്മൾ ആൾക്കാർ തന്നെയാണ്, ചതിയന്മാരൊന്നുമല്ല. കാരണം ലോകം അങ്ങനെയാണ്. അപ്പോ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. കാരണം നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, 1000 കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു 1000-700 ആൾക്ക് ശമ്പളം കൊടുക്കണം. അപ്പൊ ഒരു മാസത്തിന് എത്ര ലക്ഷം ഉറുപ്പിക വേണം. അപ്പൊ അൽഹംദുലില്ലാഹ് ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞാൽ വലിയ സന്തോഷമല്ലേ, കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ഞാൻ വിദേശത്ത് പോയിരുന്നു. പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മറ്റു ജില്ലകൾക്കുള്ള മുഅ്മിനീങ്ങൾക്ക് പലരും സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ സഹായിക്കട്ടെ. ഇനിയിപ്പം വരുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ നേർച്ച ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഫലം കൊടുക്കട്ടെ. നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, അല്ലാഹുവിനല്ലേ കഴിയും. സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ചെമ്പ് ഭക്ഷണം കൊടുത്തയച്ചു, കഴിച്ചു. പക്ഷെ പിന്നെ വല്ലാത്ത സങ്കടമായി പോയി. സങ്കടം എന്താണെന്നറിയോ? ഈ ഭക്ഷണം ഇങ്ങോട്ട് കൊടുത്തേക്കാൻ കാരണം എന്താണ്? കല്യാണത്തിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പ് എന്തൊക്കെ നടന്നു? കല്യാണ നിശ്ചയം നടന്നു, കാണാൻ പറ്റി നടന്നു, കാണൽ നടന്നു, ഇഷ്ടപ്പെടൽ നടന്നു. അങ്ങനെല്ലാം കഴിഞ്ഞ് നിശ്ചയിച്ചു. കല്യാണത്തിന് പന്തലിട്ടു, കത്തടിച്ചു, ക്ഷണിച്ചു, എല്ലാം കഴിഞ്ഞു. ആളുകളൊക്കെ വരാൻ പോവാണ്. ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കല്യാണം കഴിക്കേണ്ട കുട്ടീനെ കാണുന്നില്ല, പെൺകുട്ടീനെ കാണുന്നില്ല. അവള് ഒളിച്ചോടി ഇറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ബാപ്പന്റെ മനസ്സെങ്ങനെയുണ്ടാകും, ഉമ്മാന്റെ മനസ്സെങ്ങനെയുണ്ടാകും, ആ കുടുംബത്തിന്റെ മനസ്സെങ്ങനെയുണ്ടാകും. ആ കുടുംബത്തെ മാനം കെടുത്തി ബാപ്പ ഉമ്മയെ ധിക്കരിച്ച് ഏതോ ഒരു ചെറുപ്പക്കാരൻ ഒരു ടെലിഫോൺ നമ്പർ കൈമാറിയപ്പോ, ഒന്ന് പുഞ്ചിരിച്ചപ്പോ, ഒന്ന് ചതിക്കാൻ ശ്രമിച്ചപ്പോ ആ ചതിയിൽ ഈ പെൺകുട്ടി വീണുപോയി. ഉമ്മയോട് നന്ദിയില്ല. 22 കൊല്ലം, 21 കൊല്ലം, അല്ലെങ്കിൽ 20ഓ 25ഓ കൊല്ലം ഇങ്ങനെ പോറ്റിയെടുത്ത് പഠിപ്പിച്ച ബാപ്പ, ഈ നിലയ്ക്ക് മരവും മൂത്രവും ഏറിയ ഉമ്മ, ആ ഉമ്മയെയും ബാപ്പയെയും മുഴുവനും കുറവാക്കി നാണക്കേടാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നതിനൊരു മടിയും, അല്ലെങ്കിൽ ഒരു വാട്സപ്പിലുള്ള ബന്ധമോ, അല്ലെങ്കിൽ അതാ മറ്റേതെങ്കിലും ബന്ധമോ വെച്ചിട്ട്, ഓ പെൺകുട്ടികളെ, നിങ്ങൾ കാണുന്ന യുവാക്കളെ പിന്നാലെ ഇറങ്ങിപ്പോകല്ലേ, നിങ്ങളെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തല്ലേ. അതുപോലെ ആൺകുട്ടികളെ, നിങ്ങളെ ബാപ്പവുമയെ ധിക്കരിച്ച് അവർക്ക് സംതൃപ്തിയില്ലാത്ത ജീവിതത്തിൽ നിങ്ങൾ തുടക്കം കുറിക്കല്ലേ. നിങ്ങൾക്കും മക്കൾ ഉണ്ടാകാനുണ്ട്. ആ മക്കൾ തിരിഞ്ഞു നിങ്ങളോട് നന്ദികേട് കാണിച്ചാൽ അന്ന് നിങ്ങൾക്ക് അതിന്റെ വേദന അറിയും കേട്ടോ. മനുഷ്യരായി ജീവിക്കണം, മാന്യതയോടെ ജീവിക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. മാതാപിതാക്കളോടും കുടുംബങ്ങളോടും നാട്ടിനോടും സമൂഹത്തോടും നന്ദിയുള്ളവരായി ജീവിക്കണം. നന്ദി എന്ന് പറഞ്ഞ വലിയൊരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പം തെരഞ്ഞെടുപ്പെടുത്ത സമയമാണ്. എന്താണ് ഞാനിപ്പോ അടുത്ത് ഇവിടെ തലശ്ശേരിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഒരു സ്ഥാനാർത്ഥി സ്റ്റേജ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഇയാൾ ഇറങ്ങിപ്പോന്നവരെ കാത്തുന്നു. കാരണം ഞാനും അയാൾ ഒന്നായിട്ട് ഇറങ്ങിയാൽ പിറ്റേന്ന് വാട്സപ്പിലുണ്ടാവും ഞാൻ പ്രചരണത്തിന് പോയതാന്ന് വിചാരിക്കും ആൾക്കാർ. അതും കഴിഞ്ഞ് കാസർഗോഡ് പോയി അങ്ങനെ മറ്റേ പകലാ ഉറൂസിന്റെ വേദ്, അതും കഴിഞ്ഞ് രാത്രി വേറെ ഉറൂസിന്റെ വേദ്. ഇവിടെ ഉള്ളതിനേക്കാളും ആളുണ്ട് കൂടുതൽ. അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ സ്റ്റേജിൽ തന്നെ ഞാൻ ജയിലിന് മുമ്പ് തന്നെ സ്റ്റോക്കാണ്. സ്ഥാനാർത്ഥി, ഞാൻ സ്ഥാനാർത്ഥിയാണ്. എന്താണ് സ്ഥാനാർത്ഥിയുടെ ലോക്യതൊക്കെ ഇപ്പോ? പക്ഷെ ജയിച്ചെന്ന് പോയാലോ ഒരു നന്ദിയും കാണിക്കാത്തവർ പലരും, എല്ലാവരുമല്ല പലരും ഒരു നന്ദിയും കാണിക്കൂല എന്ന് മാത്രമല്ല, ഏത് അക്രമത്തിനും കൂട്ടുനിൽക്കുന്നവര്, ഏത് അക്രമികളെയും രക്ഷപ്പെടുത്തുന്നവര്, ഏത് അക്രമത്തിനും കൂട്ടുനിൽക്കുന്നവര് നന്ദികേടുണ്ടാകാൻ പാടില്ല. നന്ദികേടുണ്ടായാൽ അല്ലാഹു തആല അനുഗ്രഹം കൊടുക്കൂല, അല്ലാഹു അനുഗ്രഹം ചെയ്യൂല. ഓ മുഅ്മിനീങ്ങളെ, മല്ലം യസ്കുരിന്നാസ ലം യസ്കുരില്ലാഹ്.
മനുഷ്യനോട് നന്ദിയില്ലാത്തവൻ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനാണ്. മനുഷ്യരോട് നന്ദി ചെയ്യണം. അപ്പൊ ആളുകളെ വോട്ടും വാങ്ങിപ്പോയാൽ ആ വോട്ട് വാങ്ങിയവരോട് നന്ദി വേണം. സുഹൃത്തുക്കളെ, ഒരു മരിച്ചവരെ കയറി നോക്കണ്ടേ? കൊല്ലപ്പെട്ട പ്രത്യേകിച്ചും കയറി നോക്കണ്ടേ? അപകടത്തിൽ മരിച്ചാൽ കയറി നോക്കണ്ടേ? നന്ദി വേണ്ടേ? നന്ദി എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. മല്ലം യസ്കുരിന്നാസലം യസ്കുരില്ല. അതെ, മനുഷ്യന്മാരോട് നന്ദിയില്ലാത്തവന് അള്ളാഹിനോട് നന്ദി ഉണ്ടാവൂല എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, അലി ഉസ്താദിന്റെ ഗുരുവര്യനാണ്. ആ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ അല്ലാഹു ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. മർഹൂം അണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അല്ലാഹു തആല ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രായം ചെന്ന പണ്ഡിതന്മാർ പുളിക്കൽ വെച്ചൊരു സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ ഇ.കെ. ഉസ്താദ് എന്ന് പ്രഖ്യാപിച്ചു, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെയും സുന്നികളെയും എതിർക്കുന്നവൻ ആരാണോ അവന്റെ പേര് നോക്കൂല. അവർക്കെതിരെ, സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവന്റെ മറുപക്ഷത്തുള്ളത് ഒരമുസ്ലിമാണെങ്കിലും ആ അമുസ്ലിമിന് വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് മഹാനായ ഇ.കെ. ഉസ്താദ് അവർകൾ പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാരണം സുന്നികളെ വോട്ടും വാങ്ങി കയറിപ്പോയിട്ട് പിന്നെ നന്ദികേട് കാണിച്ചാൽ ആ നന്ദികേട് പിന്നെ കാണിക്കാൻ പാടില്ലെന്ന ബോധം ഉണ്ടാക്കിയേ പറ്റൂ എന്നന്ന് പറയാനൊരു കാരണമുണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു എന്നറിയോ? പൊളിക്കൽ വെച്ചൊരു MLA പ്രസംഗിച്ചതായിരുന്നു, എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് പ്രസംഗിച്ചത് കൊണ്ടായിരുന്നു ഇ.കെ. ഉസ്താദ് അവർ അങ്ങനെ പ്രസംഗിച്ചത്. അതിന്റെ ശേഷമാണ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ എഴുന്നേറ്റ് ശൈഖുന പറഞ്ഞതിന് ഞങ്ങളൊക്കെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഇ.കെ. ഹസൻ മുസ്ലിയാർ എഴുന്നേറ്റ് നെഞ്ഞൂക്കുള്ള ഒരു പുത്തൻവാദി പറയേണ്ടത് അങ്ങനെ തന്നെയാണ്, സുന്നികൾക്കെതിരെ പോരാടുമെന്നാണ്. പക്ഷേ സുന്നികളെ വോട്ട് വാങ്ങി കീറിയ അധികാരം വെച്ചുകൊണ്ട് ഇനി അത് പറയാൻ അനുവദിക്കൂല എന്ന് ഇ.കെ. ഉസ്താദ് അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, മക്കൾക്ക് ബാപ്പനോട് നന്ദി വേണം, ഉമ്മയോട് നന്ദി വേണം, സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വാങ്ങിപ്പോയാൽ നന്ദി വേണം. അതുപോലെ അതാ മുതലാളിമാരോട് തൊഴിലാളികൾക്ക് നന്ദി വേണം. തൊഴിലാളികൾ അധ്വാനിക്കുമ്പോൾ മുതലാളിമാർക്ക് തൊഴിലാളിമാരോടും നന്ദി വേണം. അയൽവാസികൾ പരസ്പരം നന്ദി വേണം. കുടുംബങ്ങൾ തമ്മിൽ നന്ദി വേണം. നേതാക്കൾക്ക് അനുയായികളോട് നന്ദി വേണം. അനുയായികൾക്ക് നേതാക്കളോടും നന്ദി വേണം. നന്ദിയുള്ളവരെ ജീവിക്കണം. ലം യസ്കുരിന്നാസ ലം യസ്കുരില്ലാഹ്. അല്ലാഹുവോട് നന്ദി കാണിക്കാത്തവരാണ് മനുഷ്യന്മാരോട് നന്ദി കാണിക്കാത്തവരെന്ന് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നന്ദിയോടെ ജീവിക്കണേ ഉമ്മമാരെ, നന്ദിയോടെ ജീവിക്കണേ പെൺകുട്ടികളെ, നന്ദിയോടെ ജീവിക്കണേ മുസ്ലിമീങ്ങളെ. അല്ലാഹുവിന് നന്ദി വേണം, മാതാപിതാക്കളോട് നന്ദി വേണം, എല്ലാവരോടും നന്ദി വേണം. അത് നന്ദി എന്ന് പറയാനല്ല, നന്ദി കാണിക്കലാണ്. നന്ദി പറഞ്ഞുകൊണ്ടെന്ന കാര്യമോ? നന്ദി ജീവിതത്തിൽ പ്രകടിപ്പിക്കലാണ്. സുബ്ഹാനല്ലാഹ്, ഈ പറയുന്നതിന് എന്ത് വിലയാ? നന്ദി വേണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, ഞാൻ നിങ്ങളോട് നന്ദി കാണിക്കണം. ഞാൻ നിങ്ങളോട് ചെയ്യുന്ന നന്ദി എന്താ? നിങ്ങൾ ഇത്രയും ഇന്നതില്ല, അങ്ങനെ എന്റെ ഒരു ബാക്കിയില്ലെങ്കിൽ ഇതിന്റെ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ നിങ്ങളോട് എനിക്ക് നന്ദി വേണം. അതുപോലെ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. എന്നോട് നന്ദി കാണിക്കാൻ ഞാൻ പോയ ദേശം വേണ്ടി പേർക്ക് എന്റെ മുന്നിൽ നിന്ന് സ്വാഗതം പറയുമ്പോൾ വാക്കില്ല വലിയൊന്നുമില്ല, അതിലും പറയും സോപ്പിടാനുള്ളത് വേറെ. അങ്ങനല്ല, മറിച്ച് ഇല്ലാത്ത സമയത്ത് വൈബത്തിന്റെ ദ്വാ, സദസ്സിലില്ലാത്തപ്പോഴുള്ള ദ്വാ, അതിന് വലിയ ഇജാബത്താ. അതിന് മലക്ക് ആമീൻ പറയാ. എങ്ങനെ നിൽക്കണോ? ആരോഗ്യം വേണം, ദീർഘായുസ് വേണം, തഖ്വ വേണം. എന്നതാ നേരത്തെ പറഞ്ഞു, തഖ്വ വേണം. തഖ്വ ഇല്ലെങ്കിൽ കുറെ ഇവിടെ ജീവിച്ചിട്ടുള്ള കാര്യം. മൃഗങ്ങൾ തിന്നും പോലെ കുറെ തിന്നിട്ട് ഇവിടെ ജീവിച്ചിട്ടുള്ള കാര്യം. അല്ലാഹു തആല നമുക്ക് വെള്ളം തന്ന റബ്ബ്, ഭക്ഷണം തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എല്ലാം തന്ന റബ്ബ്. ആ റബ്ബിന്റെ കൽപ്പന സ്വീകരിക്കാതെ, ആ റബ്ബ് വിരോധിച്ചത് കൈയൊഴിക്കാതെ, ആ റബ്ബിനെ
ജീവിക്കാതെ, ആ റബ്ബിന് വേണ്ടി ജീവിക്കാതെ, ആ റബ്ബിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് ജീവിക്കാതെ നമ്മളിവിടെ കുറെ തിന്നു നിറച്ചിട്ടുള്ള കാര്യം, നമ്മളിവിടെ കുറെ എന്താ കാര്യം, മൃഗങ്ങൾ കൊണ്ട് വലിയ കാര്യമില്ല. മൃഗങ്ങൾ പാല് തരുന്നുണ്ട്, മൃഗങ്ങൾ നല്ല രോഗം തരുന്നുണ്ട്, തോൽ തരുന്നുണ്ട്, എല്ല് തരുന്നുണ്ട്, മാംസം തരുന്നുണ്ട്. മൃഗങ്ങൾ കൊണ്ടൊക്കെ കാര്യമില്ല, നമ്മൾ കൊണ്ടാ കാര്യം തൂങ്ങി വിറ്റാൽ പോലും ജയിച്ചിട്ടില്ല. അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കണം. ആ നന്ദി ബോധം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുവാനാണ്. ഞാൻ പറഞ്ഞ ആയത്ത് പറഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കട്ടെ. സ്വർഗം സ്വർഗം ഈ ചെറിയ ആയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വെച്ച് ഓതി കഴിഞ്ഞപ്പോൾ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു ജന്നത്തുൻ അർദുഹ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അല്ലാഹു ഞങ്ങൾക്ക് തരുമോ നബിയെ? സ്വർഗത്തിൽ അങ്ങേയറ്റം ആഗ്രഹം വെച്ചുകൊണ്ട് കാലകാലം സുഖസുന്ദരമായ ജീവിതം, ആ ജീവിതത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിനക്ക് തങ്ങളുടെ ചോദ്യം ജന്നത്തുൻ അർദുഹ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അല്ലാഹു തരുമോ നബിയെ? തരുമോ വേറെ? ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തരും. അതെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറയുന്ന മാതിരി രണ്ട് സൗണ്ട് എടുത്തുകൊണ്ട് ഒരൊറ്റ ചാട്ടം ചാടി തുള്ളി. ഇതെവിടെയാ? ഇത് വലിയ അതവ് കാണിക്കേണ്ട സദസ്സല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സല്ലേ? നീ എന്താണ് ചടടാൻ കാരണം? എന്തേ തുള്ളാൻ കാരണം? മൃഗങ്ങൾ വളരെ വിനയാന്വിതനായി താഴ്മയോടല്ല, യാ റസൂലല്ലാഹ്, ഞാൻ കിബ്റുകൊണ്ട് തുള്ളിയതല്ല, ഞാൻ അഹങ്കാരം കാണിച്ചതല്ല. യാ റസൂലല്ലാഹ്, ഇല്ലാ റജാ അൻ നകൂന മിൻ അഹ്ലിഹാ, തങ്ങൾ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തരൂന്ന് പറഞ്ഞപ്പോ ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പാവപ്പെട്ട ഞാനും ഉൾപ്പെടുമെന്ന ആഗ്രഹം കൊണ്ട്, എന്റെ ആശ കൊണ്ട്, എനിക്ക് സ്വർഗം കിട്ടുമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ അറിയാതെ തുള്ളിപ്പോയി നബിയേ. സുഹൃത്തുക്കളെ, ഞാൻ മണ്ണാർക്കാട് പോയി വരുമ്പോ നിനക്ക് സൈക്കിൾ കൊണ്ടെത്തരുമെന്നൊരു ചെറിയ പിഞ്ചുകുട്ടിയോട് പറഞ്ഞപ്പോ ആ കുട്ടി തുള്ളിച്ചാടി അടുക്കളയിലേക്ക് ഉമ്മാന്റെ അടുക്ക പോയി. ഉമ്മയോട് ബാപ്പ ഇന്ന് സൈക്കിള് കൊണ്ടുവരും. ആ കുട്ടിയുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്, ബാപ്പ കൊണ്ടുവരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അത് മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന സ്വർഗം കിട്ടി എന്ന നിലക്കങ്ങ് തുള്ളിപ്പോ നീ സ്വർഗാവകാശി തന്നെ. സ്വർഗത്തിന്റെ സന്തോഷം കിട്ടി. പക്ഷേ തങ്ങൾ നന്ദി നിർത്തിയിട്ടില്ല. തങ്ങൾ ഒരു ബാഗിലെടുത്തു. ആ ബാഗിൽ കുറച്ച് കാരക്കകളുണ്ട്. അതിൽ നിന്നൊരു കാരക്ക എടുത്ത് വായിലേക്ക് എറിഞ്ഞു തിന്നുന്നതിനിടയിൽ കാരക്കയും ബാഗും അവിടെ വെച്ചിട്ട് പറഞ്ഞു, എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം, അതൊരു വല്ലാത്ത വാക്കാണ് കേട്ടോ. സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാനല്ലേ അമ്മ പറഞ്ഞത്, തയ്യാറ് എന്നല്ലേ പറഞ്ഞത്. ഈ ദുനിയാവിലെ കാരക്ക തിന്നാൻ എനിക്കിനി സമയമില്ല. നീണ്ട ജീവിതമായി പോകും. എനിക്ക് വേഗം സ്വർഗത്തിലെത്തണം. ആ വേഗം അവിടെ വെച്ചിട്ട് തങ്ങൾ ചാടിയിറങ്ങി അതാ പോരാട്ടം നടത്തുന്നു. ശഹീദായി മരിച്ചു വീഴുന്നു. സ്വർഗത്തിലേക്ക് നീങ്ങുന്നു. പടച്ച റബ്ബേ, ഞങ്ങളെ സുന്ന
സുന്നത്ത് രണ്ട് പ്രവർത്തകർ ഞങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടു പോയ നൂറുദ്ദീനെയും കുഞ്ഞംസേ ഈ സുഹൃതാക്കളിൽ പെടുത്തലേ റഹ്മാനേ. ഉമൈർ ഇബ്നുൽ ഹുമാം തങ്ങളതാ ശഹീദായി ശത്രുവിന്റെ വെട്ടും കുത്തുമേറ്റ് മരിച്ചു വീഴുന്നു. ഉമൈർ ഇബ്നുൽ ഹുമാം തങ്ങളുടെ പേര് ഇപ്പോഴും പോയാൽ ബദറില്ലാതെ സുഹൃതാക്കളെ പേരിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചത് കാണാം. സുഹൃത്തുക്കളെ, സ്വർഗം സമ്പാദിക്കണം. അത് റബ്ബ് നമുക്ക് ഓശാരം നൽകട്ടെ. അതിനെന്ത് വേണം? നമ്മൾ കൃത്യമായി നിസ്കരിച്ചും അതുപോലെ അള്ള കൽപ്പിച്ചതെടുത്തും അള്ള വിരോധിച്ചതൊഴിച്ചും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം മുറുകെ പിടിച്ച് മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം കേട്ടോ. അതിന് നമ്മളെ പിൻഗാമികളെ അതേ നിലയ്ക്ക് ഇവിടെ നിലനിർത്തണം. ബദരീകൾ പ്രവർത്തിച്ചത് അവർക്ക് ഈമാൻ കിട്ടാനല്ല, ഈമാനുള്ളൊരു സമൂഹം ഖിയാമത്ത് വരെ നിലനിൽക്കാനാണ്. ഇതുപോലെ നമ്മളെ നാട്ടിലുള്ള ചെറിയ മക്കള് അവര് ഖുർആൻ പഠിക്കണം, ഇസ്ലാം പഠിക്കണം, പാപ്പവുമ്മയോടുള്ള പെരുമാറ്റം പഠിക്കണം, അവരതാ നിസ്കാരവും ഒന്നും കുടിയും പഠിക്കണം. അത് പഠിക്കാൻ മദ്രസകൾ വേണം. അങ്ങനെയുള്ള മദ്രസയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ചോദിക്കട്ടെ, നമുക്കങ്ങനെ ഒരു വീടുണ്ടോ? നമുക്കങ്ങനെ ഒരു വിഷയമുണ്ടോ? അള്ളാന്റെ ഖുർആൻ എടുത്തിട്ട് ആ ഷെഡിൽ പോയി പഠിക്കുന്ന മക്കൾക്ക് നമുക്കെല്ലാവർക്കും കൂടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അള്ളാന്റെ ഖുർആനെ ഒന്ന് ബഹുമാനിച്ചിട്ട് ഖുർആന്റെ ശഫാഅത്ത് കിട്ടണ്ടേ? അതിന് നമ്മളൊക്കെ അള്ളാഹു തന്നതിൽ നിന്ന് കഴിവിന്റെ പരമാവധി സഹായിക്കണം. അതിന് പകരം ദുനിയാവിലും ആഖിറത്തിലും നീ കൊടുക്കണേ അല്ലാഹ്. പകരം സ്വർഗത്തിൽ വീട് തങ്കണേ അല്ലാഹ്. കൊട്ടോപ്പാട് ഒരു നല്ല മദ്രസ നിർമ്മിച്ചു കൊടുത്ത ആളുണ്ട്. നിങ്ങൾ കൊട്ടോപ്പാടത്ത് പരിപാടിയിൽ വന്നവർക്ക് കണ്ടിട്ടാവും. എത്ര പ്രായം ചെന്നരായി അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹം ഈ മദ്രസ എടുക്കുന്നതിന് മുമ്പ് ആ മദ്രസ എടുത്തു കൊടുക്കണമെന്ന് പറയാൻ പോയതാ. എനിക്ക് ചെന്നപ്പോ സങ്കടം തോന്നി. വളരെ എന്റെ വീടൊക്കെ അടുത്തിൽ നല്ലതാ. വളരെ ചെറിയ, വളരെ പഴകി വീഴാറായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. കാണാം. അതേസമയത്ത് സ്വർഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ മദ്രസ. കാരണം ആ വീട് അടുത്ത താമസിക്കുന്ന വീട് നിലനിൽക്കുക എന്നറിയാം. നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് നല്ല ബിൽഡിംഗ് ഉണ്ടാക്കിയതാ. അതാണ് ഈമാൻ ഉണ്ടാവും. അങ്ങനെ നമ്മളങ്ങനല്ല. ഇവിടെ നമ്മളെ വീടൊക്കെ തീരെ വീട് മറ്റുള്ളവരും കൊടുക്കാൻ വലിയ മടിയാണ് നമുക്ക് മലയാളിക്ക് പ്രത്യേകിച്ചു. നിങ്ങളങ്ങനെയാണ് നല്ല അല്ലാന്നല്ല. അതുകൊണ്ട് നല്ല നീയത്തോടെ എല്ലാം നല്ല സംഭാവന മദ്രസക്ക് നമുക്ക് എത്ര പില്ലർ വേണ്ടി മക്കളെ? 11 പില്ലർ. അതിന് 3 പില്ലർ ആരോ ഏറ്റിട്ടുണ്ട്. സിറാജുൽ നേരത്തെ ഞാൻ പിന്നെ നമുക്ക് ഇപ്പൊ ഇവിടുത്തെ മദ്രസ സിറാജുലൊക്കെ നമുക്ക് എന്തിനു പ്രവർത്തിച്ചാലും ഭക്ഷണം കൂലിയിട്ടാണ്. ഇവിടുത്തെ മദ്രസ അതിലൊരു 16 പില്ലറുണ്ട്. 3 പില്ലർ പേറ്റ് 5000 രൂപ പില്ലറിന്. അതൊന്നും ഇപ്പൊ പൂർത്തിയാക്കണം. നല്ല നീയത്തോടെ 2 പില്ലറും 5 പില്ലറും 2 പില്ലറും 3 പില്ലർ അങ്ങനെ ഓരോരുത്തർ ഏറ്റിട്ട് അതിപ്പോ പൂർത്തിയാക്കണം. അതിനാരാണ് ഒരു തുടക്കം കുറിക്കുക? നമ്മുടെ മദ്രസ പില്ലർ 5000 രൂപ. ആരാ ഒരു തുടക്കം പറയാ? നല്ല നീയത്തോടെ പറയും. നല്ല നീയത്തോടെ അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ദീർഘായുസ്സാഫിയത്ത് നൽകട്ടെ. ഒന്ന് പോയി പേരെഴുതി മക്കളെ അൽഹംദുലില്ലാഹ്. എന്താ പേര്? അതെ, അവിടെ ഒരു 2, അവിടെ ഒരു 1, പിന്നെ അൽഹംദുലില്ലാഹ് 5000 ഒരു പില്ലർ. ഒരു പില്ലറിന്റെ സംഖ്യ അൽഹംദുലില്ലാഹ് 2 പറഞ്ഞാലും ഹംസാക്ക കൊട്ടപ്പാടം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവരുടെ പേരെന്തെങ്കിലും